എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇസ്ലാഹിലെ ഈ വാചകം എടുക്കുക, എന്നിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് തുറന്നു വെക്കുക. പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ മങ്കൂസ് മൗലിദിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ പറയാറില്ലേ? എന്താ പറയാറുള്ളത്? നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് മങ്കൂസ് മൗലിദിൽ പറയുന്നത് എന്താ? നൂഹ് അലൈഹിസ്സലാം ഫസ്താതഹുല്ലദീ നൂഹൻ ഫനജാ മിനർ റദാ. ജലപ്രളയമുണ്ടായ കാലഘട്ടത്തിൽ നൂഹ് അലൈഹിസ്സലാം മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്തു, സഹായം തേടിയപ്പോൾ അക്കാരണത്താൽ നൂഹ് നബി രക്ഷപ്പെട്ടു. മങ്കൂസ് മൗലിദ് പറയും കണ്ടോ. അപ്പൊ മങ്കൂസ് മൗലിദിലെ വരി നമ്മൾ പറഞ്ഞിട്ട് എന്താ പറയല്? എന്നാ ഖുർആൻ പറയുന്നത് അങ്ങനല്ല. മഹാനായ നൂഹ് അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ അതേ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ഉത്തരം നൽകി. ഖുർആൻ ആയത്ത് നമ്മൾ ഓതി കൊടുക്കും. കേട്ടില്ല നിങ്ങൾ? മങ്കൂസ് മൗലിദ് ഇങ്ങനെ ഓതുമ്പോൾ നമ്മൾ ആയത്തോതിയിട്ട് പറഞ്ഞു കൊടുക്കും എന്ന പോലെ ഇസ്ലാഹ് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ ആയത്തോതിയിട്ട് പറഞ്ഞു കൊടുക്കും. സാധാരണ പറയലുണ്ട്, മകൻ മരിച്ചാലും വേണ്ടിയില്ല മരുമകളെ കണ്ണീര് അമ്മായിമാക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ പോലെ സമസ്തക്കാരെ തൃപ്തിപ്പെടുത്തിയാലും വേണ്ടിയില്ല മങ്കൂസ് മൗലിദ് പരിശുദ്ധ മൗലിദ് എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല. വിസ്ഡം ശിർക്കിലാണ്, അല്ലേ? അൽ-ഇസ്ലാഹ് ശിർക്കിലാണ്. ഇങ്ങളെ മനക്കരുത്തും തൊലിക്കട്ടിയൊക്കെ അപാരം തന്നെ കേട്ടോ, അല്ലേ? അനസ് മൗലവി, നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പറയും അൽ-ഇസ്ലാഹ് മാസികയിലെ 3 കാരണങ്ങൾ. എന്താ കാരണം? കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അഭൗതികമോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ഈ 3 കാരണങ്ങൾ വെച്ചുകൊണ്ടാണോ മങ്കൂസ് മൗലിദ്? നിങ്ങൾ പറയും. അൽ-ഇസ്ലാഹിനെ തിരുത്താൻ നിങ്ങൾ മങ്കൂസ് മൗലിദിനെ കൂട്ടുപിടിച്ച് വരുമ്പോൾ ഈ മങ്കൂസ് മൗലിദ് ഈ അൽ-ഇസ്ലാഹിൽ പറഞ്ഞ ഈ 3 കാരണങ്ങൾക്ക് വെച്ചുകൊണ്ടാണോ? ആണെങ്കിൽ നിങ്ങളും എല്ലാ സമസ്തയ്ക്ക് തന്നെ നിങ്ങൾ പൊയ്ക്കോളി. കാരണം എന്താ? ഇർതകബതു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇത് ഹയ്യാണോ, ഹാദിറാണോ, ഖാദിറാണോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറമാണോ, ഭൗതികമാണോ, മനുഷ്യ കഴിവിൽ പെട്ടതാണോ? പറയണം. അൻത മുൻജീനാഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറമാണോ, ഭൗതികമാണോ? പറയണം. എന്താ നിങ്ങൾ കരുതിയത്? നിങ്ങൾ എന്തേ കരുതിയത്? ഈ നുണ പൊട്ടിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സമാധാനത്തോടെ അന്തി ഉറങ്ങാം, നിങ്ങൾക്കുറങ്ങാം. പക്ഷേ മുജാഹിദുകൾ നിങ്ങളെ വിടൂല. നിങ്ങളങ്ങനെ മങ്കൂസ് മൗലിദ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകാണ്ട് അൽ-ഇസ്ലാഹിൽ ശിർക്കുണ്ടാക്കാൻ നടക്കണ്ട. പറയണം നിങ്ങൾ, യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. കാര്യകാരണ ബന്ധത്തിൽപ്പുറാണോ ഈ ചോദിക്കൽ? പറയണം. ഭൗതികമാണോ, നബിയുടെ കഴിവിൽപ്പെട്ടതാണോ? നിങ്ങൾ ആർക്കാ വെള്ളഭൂഷണത്? നിങ്ങൾ ആർക്കാണ് ഒത്താശയും ഓശാനയും പാടുന്നത്? പറയണം. എന്നിട്ട് നാരിയ സ്വലാത്തിൽ ശിർക്കില്ലാന്ന് വിസ്ഡം പറഞ്ഞു. സമസ്ത കൊണ്ട് നടക്കണ നാരിയ സ്വലാത്തിൽ അവരെ വിശ്വാസപ്രകാരം ശിർക്കല്ലാതെ വേറെ എന്താ ഉള്ളത്? അപ്പോൾ ലബ്ബാദാരിമിനി കൂട്ടിയല്ലേ മൂവാറ്റുപുഴ സംവാദത്തിന് പോയത്? ആഹാ, അത് ശരി. എന്നിട്ട് നമ്മുടെ ചോദിക്കുക ലബ്ബാദാരിമിൻ്റെ അവസ്ഥ എന്താന്ന്? നിങ്ങളല്ലേ കൂട്ടിപ്പിടിച്ച് പോയത്? എന്തിനാണ് ഈ മങ്കൂസ് മൗലിദ് ഇവിടെ ഓതി കേൾപ്പിച്ചിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് ആരെ നിങ്ങൾ തോൽപ്പിക്കണത്? ആരെ നിങ്ങൾ പരാജയപ്പെടുന്നത്? കലിമത്തുല്ലാഹിൽ ഉല്യ, ഉന്നതമായി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ രണ്ടാക്കാം, മുറിക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?